ഹലോ, നമുക്കൊരു ക്രീമി ടേസ്റ്റി വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയാലോ ഇന്ന്. നല്ല ടേസ്റ്റ് ആട്ടോ, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് മക്രോണി ആട്ടോ. മക്രോണി വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഓയിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ബട്ടർ ഒന്നും ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി 6-7 വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് വേണ്ടത് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള ആയിട്ടോ ഇടുന്നത്. സവാള ഹാഫോളമാണ് സവാള. ഞാനത് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ക്യാരറ്റ്, അതേപോലെ ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ, തക്കാളി ചോപ്പ് ചെയ്തതും. ഇനി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം യൂസ് ചെയ്യാം. എനിക്ക് ക്യാപ്സിക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വെജിറ്റബിളിന് ആവശ്യമുള്ള കുരുമുളകും ഉപ്പും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ഇടാം, ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് വേണ്ടത് ഈ വഴറ്റിയെടുത്തത് നമുക്ക് മാറ്റി വെച്ച് ആ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രീമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്രീമിന് വേണ്ടത് മൈദയാണ്. ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ബട്ടർ ആ മൈദയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കണ്ടോ, ഇതേപോലെ ബട്ടറും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാട്ടോ ആഡ് ചെയ്യുന്നത്. പാൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ ഇടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലുള്ളൂ നമുക്ക് ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതാ കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ക്രീമായി കിട്ടും. ഇനി അതിലേക്ക് കുരുമുളക് കിട്ടും. ക്രീമിന് ആവശ്യമുള്ള കുരുമുളകും ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി ചീസ് ഉണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ചീസ് ഉണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച നമ്മുടെ വെജിറ്റബിളും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മക്രോണിയും അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മക്രോണി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് കേട്ടോ വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം കേട്ടോ ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ക്രീം കുറച്ചും കൂടി കിട്ടും. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് 1 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഇട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് തുറന്നപ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റ് ക്രീമി പാസ്ത ഇവിടെ റെഡി ആകും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്